ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമർ ഭാഗത്ത് നിന്നാണ് ഒരു ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത്. അതിന്റെ തുടർന്നുള്ള ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് അറിയാം നമ്മൾ എന്താണ് ചെയ്തത് എന്ന്. ഈസ്, ആം, ആർ ഇംഗ്ലീഷിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 3 വേർഡ്സുകളാണ് ഈസ്, ആം, ആർ. അതിന്റെ യൂസേജ് എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജില് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷില് എങ്ങനെയാണ് ഈസും ആമും ആറും ഉപയോഗിക്കുക എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. വളരെ വളരെ സിമ്പിൾ ആയ രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തത്. അതായത് ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെ അത് മനസ്സിലാവുക ആ രീതിയിലാണ് അല്ലെ നമ്മളെല്ലാവരും PSC വഴി ഒരു ജോലിയിലേക്ക് എന്നുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു നമ്മൾ ഈ SAM-R ചെയ്തത്. കഴിഞ്ഞിട്ടില്ല ഗൈസ്, നമ്മുടെ ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ഈ SAM-R നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഹൗ ടു മേക്ക് ക്വസ്റ്റ്യൻസ് ഈ SAM-R എന്ന ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകളിൽ നിന്നും എങ്ങനെയാണ് അതിനെ ക്വസ്റ്റ്യൻ ഫോമാറ്റിലേക്ക് മാറ്റുന്നത്, ക്വസ്റ്റ്യൻസ് ആക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം. ആം നമ്മൾ പറഞ്ഞു. ആം എങ്ങനെയാണ്? ഐയുടെ കൂടെ മാത്രമാണ് നമ്മൾ ആം യൂസ് ചെയ്യുക. ആം ഫ്രം, ആം ഇൻട്രസ്റ്റഡ് ഇൻ, ആം ഗുഡ് അറ്റ്, ആം വർക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ എല്ലാ ക്വാളിറ്റീസും പ്ലേസും ഏജും നെയിമും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി നമുക്ക് ഐയുടെ കൂടെ ആം ഉപയോഗിച്ചുകൊണ്ട് പറയാം. അത് നമ്മൾ പറഞ്ഞാണ്. ഐയുടെ കൂടെ മാത്രമാണ് ആം ഉപയോഗിക്കുക എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഈസ് പറഞ്ഞു. ഈസ് ആണെങ്കിലോ എവിടെയോ ഉപയോഗിച്ചിരുന്ന ഷീ, ഹി, ഇറ്റ്, അതുപോലെ തന്നെ സിംഗുലർ നൗൺ, സിംഗുലർ നൗൺസ്, ഈ കണ്ടീഷൻസുകളിലൊക്കെയാണ് ഇവയുടെ കൂടെയാണ് നമ്മൾ എന്തിനു ഉപയോഗിച്ചിരുന്നത്, ഈസിനെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, എന്തിന്റെയൊക്കെ കൂടെ? ഷീ, ഹി, ഇറ്റ്, സിംഗുലർ നൗൺ, അതിന്റെ കൂടെയാണ് ഈസ് നമ്മൾ ഉപയോഗിച്ച പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ അല്ലെ. പിന്നെ ആറ് നമ്മൾ എവിടേക്കാ ഉപയോഗിച്ചത്? യുവിന്റെ കൂടെ യു, ധേ, അതുപോലെ തന്നെ വി. പിന്നെയോ പ്ലൂരൽ നൗൺസ്. ഓക്കെ, പ്ലൂരൽ നൗൺസ്, ഇവയുടെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്? ആറ് യൂസ് ചെയ്യാറ്. അത്രയും കാര്യങ്ങളും അതുമായുള്ള കുറെ സെന്റൻസുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ഹൗ ടു മേക്ക് ക്വസ്റ്റ്യൻസ് യൂസിങ് ഈസ്, ആം, ആർ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെന്റൻസുകൾ തന്നെയാണ്. അതിൽ നിന്ന് അതിനെ ക്വസ്റ്റ്യൻ ഫോമാറ്റിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം. റെഡി അല്ലേ? എല്ലാവരും റെഡിയാണ്? നോക്കാട്ടോ. ഫസ്റ്റ്, ഷീ ഈസ് അൽന. നോക്കൂ, ഈസ് ഉപയോഗിച്ച കണ്ടീഷൻ എന്താ? ഷീ വന്നപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഈസ് ആണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലെ. ഷീ ഈസ് അൽന. നോക്കൂ, ഷീ വന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഈസ് ആണ്. ഷീ ഈസ് അൽന. അതിന് അവൾ അൽനയാണ് നമ്മൾ പറഞ്ഞു. ഈ SAM-R എന്ന് പറഞ്ഞ ഈ സംഭവങ്ങൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നുള്ള അർത്ഥം കിട്ടുന്ന തരത്തിലാണ് നമ്മൾ എന്തിനെ ഉപയോഗിക്കാറ്? ഈ SAM-R-നെ ഉപയോഗിക്കാറ് എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതല്ലേ. അപ്പൊ നോക്കൂ, ഷീ ഈസ് അൽന എന്ന് പറഞ്ഞാൽ എന്താ? അവൾ അൽനയാണ് അല്ലെ. അപ്പൊ നമുക്ക് മറ്റൊരാളെ പറ്റി പറയണെങ്കിൽ ഷീ ഈസ് അൽന, ഹി ഈസ് അക്ബർ, ലൈക്ക് ദാറ്റ്, അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ ഈസ് ആണ് നമ്മൾ ആ ഒരു ഷീ, ഹി, ഇറ്റിന്റെ ഒക്കെ കൂടെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സിംഗുലർ നൗൺസിന്റെ കൂടെ ഉപയോഗിക്കുക ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഷീ ഈസ് അൽന. ഇനി അവൾ അൽനയാണോ ചോദ്യം ചോദിക്കുകയാണെങ്കിലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഈസിനെയും ഈ ഷീനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മാത്രം മതി. ഇതിന്റെ പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. നോക്കൂ, കണ്ടോ? ഷീ ഈസ് അൽന എന്നുള്ളതിന് പകരം അത് ചോദ്യത്തിലേക്ക് മാറ്റുമ്പോ ഈസ് ഷീ അൽന എന്നാവും. എന്താണ്? അവള് അൽനയാണോ? നോക്കൂ, അവൾ അൽനയാണോ? അപ്പൊ നമുക്ക് എന്താ ചോദിക്കുന്നത്? അല്ലെങ്കിൽ അവൻ അക്ബർ ആണോ? ഈസ് ഹി അക്ബർ? അങ്ങനെയാ ചോദിക്കേണ്ടത്. മനസ്സിലായോ? എത്ര സിമ്പിൾ അല്ലേ? ഒരു 10 ആളെ വെച്ചിട്ട് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമ്മളത് ചോദിക്കാൻ പഠിക്കും. ഇനി ആരെ ചോദിക്കണമെങ്കിലും ഈ രീതിയിൽ മാത്രം ചോദിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ഡെവലപ്പ് ആവും. ഓക്കെ, അപ്പൊ എങ്ങനെയാ? അവൾ അൽനയാണോ എന്ന് ചോദിക്കാം. ഈസ് ഷീ അൽന. കറക്റ്റ്. കണ്ട, ഈസ് ഷീ അൽന. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തേലേക്ക് പോവാണ്. ഷീ ഈസ് ഫ്രം കുറ്റിപ്പുറം. അവള് വരുന്നത് കുറ്റിപ്പുറത്ത് നിന്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഷീ ഈസ് ഫ്രം കുറ്റിപ്പുറം എന്ന് പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ അവൾ കുറ്റിപ്പുറത്ത് നിന്നാണോ എന്ന് ചോദിക്കാനോ, ദാ ഇത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാ മതി. ഈസ് ഷീ ഫ്രം കുറ്റിപ്പുറം. ബാക്കിയുള്ള ഭാഗത്തിന് ഒരു മാറ്റവും കേട്ടോ. ഈസ് ഷീ ഫ്രം കുറ്റിപ്പുറം, അവൾ കുറ്റിപ്പുറത്ത് നിന്നാണോ? ഓക്കെ, ക്ലിയർ. അപ്പൊ അത് ക്ലിയർ ആയി. തേർഡ് വൺ, ഹി ഈസ് എ ബാങ്ക് മാനേജർ. അവനൊരു ബാങ്ക് മാനേജർ ആണ്. അത് ചൂണ്ടിയിട്ട് നമുക്ക് പറയാം അവനൊരു ബാങ്ക് മാനേജർ ആണ്. അപ്പൊ നമുക്ക് അതിന് ക്വസ്റ്റ്യനിലേക്ക് മാറ്റണം. അവൻ ഒരു ബാങ്ക് മാനേജർ ആണോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ നോക്കൂ, സെയിം പ്രൊസീജിയർ. ഈസിനെയും ഹീനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഈസ് ഹി എ ബാങ്ക് മാനേജർ? അപ്പൊ അത് ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറി. കണ്ടില്ലേ? ഈസ് ഹി എ ബാങ്ക് മാനേജർ? അടുത്തത്, വി ആർ ഫ്രണ്ട്സ്. നമ്മൾ ഫ്രണ്ട്സ് ആണ്. ഓക്കെ, നമ്മൾ ഫ്രണ്ട്സ് ആണോ? ആണെങ്കിലോ ഇതിന് മാറ്റാം. ഓക്കെ, ആർ വി ഫ്രണ്ട്സ്? നോക്കൂ, ആർ വി ഫ്രണ്ട്സ്? ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിൾ ആല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സെന്റൻസിനെ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റാന് ഇത്രയും നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ നോക്കൂ, വി ആർ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞു. നമ്മൾ ഫ്രണ്ട്സ് ആണോ എങ്ങനെയാ നമ്മൾ ചോദിക്കുക? ആർ വി ഫ്രണ്ട്സ്? നെക്സ്റ്റ്, വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫുഡ്. ഓക്കെ, അതിനെ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റുമ്പോഴോ ഒന്നുമില്ല. ഇതാ ഇവിടെ ചേഞ്ച് വരുത്തി. കണ്ടു നോക്കൂ, ആർ വി ഇൻട്രസ്റ്റഡ് ഇൻ ഫുഡ്? ഇത്രയും ചോദിച്ചാൽ മതി, അർത്ഥം കിട്ടി. ഇനി ദേയിലേക്ക് വരൂ. ദേ ആർ ടീച്ചേഴ്സ്. അവര് ടീച്ചേഴ്സ് ആണ്. അവര് ടീച്ചേഴ്സ് ആണോ എന്നെങ്ങനെയാ ചോദിക്കുക? ആർ ദേ ടീച്ചേഴ്സ്? കണ്ട, ആർ ദേ ടീച്ചേഴ്സ്? ദേ ആർ ടീച്ചേഴ്സിനെ ക്വസ്റ്റ്യനിലേക്ക് മാറ്റിയപ്പോ എന്തായി? ആർ ദേ ടീച്ചേഴ്സ്? നെക്സ്റ്റ് നോക്കൂ, യു ആർ എ റൈറ്റർ. നീ ഒരു എഴുത്തുകാരനാണ് അല്ലെ? അതിനെ നമുക്ക് നീ ഒരു എഴുത്തുകാരനാണോ എന്ന് ചോദിക്കണം. യു ആർ എന്നുള്ളത് ആർ യു ആവും, വേറെ ഒരു മാറ്റൂല. ആർ യു എ റൈറ്റർ? ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? എല്ലാം നോക്കൂ. ഷീസ് അൽന. ഈസ് ഷീ അൽന? ഷീസ് ഫ്രം കുറ്റിപ്പുറം. ഈസ് ഷീ ഫ്രം കുറ്റിപ്പുറം? ഹി ഈസ് എ ബാങ്ക് മാനേജർ. Is he a bank manager? We are friends. Are we friends? We are interested in food. Are we interested in food? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. They are teachers. Are they teachers? You are a writer. Are you a writer? Okay. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇതെല്ലാ സംഗതികളിലും എടുത്ത് അങ്ങനെ പ്രയോഗിക്കുക. അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡെവലപ്പ് ആവും. ഇനി ഇവിടെ തന്നെ ഈ സാമാർ നമ്മൾ പഠിച്ചു വെച്ചപ്പോ അതിന്റെ കൂട്ടത്തില് നമ്മളൊരു കുഞ്ഞു കാര്യം കൂടി മനസ്സിലാക്കി വെക്കേണ്ട, അതാണ് പറയാൻ പോകുന്നത്. അതായത് ഈസ്, ആം, ആറും മേ ബി, ക്യാൻ ബി, മൈറ്റ് ബി, കുഡ് ബി, ഇവ തമ്മിൽ എന്താണ് റിലേഷൻ? സെയിം കണ്ടീഷനിലാണോ ഇവ ഉപയോഗിക്കുക? അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഈസ്, ആം, ആർ. ഈസ്, ആം, ആർ റിയാലിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഷുവർ ആണ് അല്ലെങ്കിൽ അത് റിയൽ ആണ്. ആ സിറ്റുവേഷനിലാണ് ഈസ്, ആം, ആർ യൂസ് ചെയ്യുക. മേ ബി, ക്യാൻ ബി, മൈറ്റ് ബി, കുഡ് ബി ഒക്കെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? പോസിബിലിറ്റി, ഒരു ചാൻസ് ഉണ്ട്, ഉറപ്പില്ല, ഒരു ചാൻസ് ഉണ്ട്, അങ്ങനെ ആയിരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്, പക്ഷെ ഉറപ്പില്ല. നമുക്ക് എക്സാമ്പിളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യം മനസ്സിലാവും. നോക്കൂ, ഷീ ഈസ് 20 years old. അപ്പൊ അൽനയാണെന്ന് വിചാരിക്കും. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അൽന, നിങ്ങൾക്ക് 20 ആണ്, അൽനയ്ക്കും 20 ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഉറപ്പാണ് അവൾക്ക് 20 years ആണ്, 20 വയസ്സാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ഷീ ഈസ് 20 years old. പക്ഷെ നിങ്ങൾ വേറൊരു കുട്ടീനെ കണ്ടു, അവിടെ നിൽക്കുന്നുണ്ട്, അൽനയുടെ കൂട്ടത്തിൽ ഒരാൾ അവർക്ക് നിൽക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഉറപ്പില്ല, ചിലപ്പോൾ അൽനയുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും 20 years ആവണം എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ അവൾക്ക് 20 years ആവാം. അപ്പൊ അപ്പോഴാണ് നമ്മൾ എന്ത് പറയും? നമുക്ക് ഉറപ്പില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഷീ മേ ബി 20 years old. അവൾക്ക് ചിലപ്പോൾ 20 years ആയിരിക്കാം. അങ്ങനെയുള്ള കണ്ടീഷനാണ് എന്ത്? മേ ബി, ക്യാൻ ബി, മൈറ്റ് ബി, കുഡ് ബി. കണ്ട ഒരു അപ്രോക്സിമേറ്റ്ലി 20 years ഒക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ 20 years ആവാം, എന്നാ 25 18 ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ഉറപ്പില്ല. അപ്പൊ ഷീ മേ ബി 20 years old. ക്ലിയർ? ഷീ ഈസ് അറ്റ് എടപ്പാൾ. അവളെ എടപ്പാൾ എന്നാണ് അല്ലെ? അവളെ എടപ്പാളാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഉറപ്പില്ല. ഹി മൈറ്റ് ബി അറ്റ് എടപ്പാൾ. കേട്ടാ? ക്യാൻ ബി, മൈറ്റ് ബി, മേ ബി, കുഡ് ബി എല്ലാം ഇവിടെ മേ ബിക്ക് പകരം ക്യാൻ ബി, മൈറ്റ് ബി, കുഡ് ബി ഒക്കെ ഉപയോഗിക്കാം. ഇവിടെ മൈറ്റ് ബിക്ക് പകരം ക്യാൻ ബി, കുഡ് ബി ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, മേ ബി ഒക്കെ ഉപയോഗിക്കാം. ഇതെല്ലാം ഒരേ മീനിങ്ങിലാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്.
ഹി ഈസ് വിത്ത് നിത്യ, അവൻ നിത്യയുടെ കൂടെ ആയിരിക്കും, ഉറപ്പാ. കാരണം അവൻ നിത്യയുടെ കൂടെ ചുറ്റിക്കറങ്ങലാണ് ഈ ടൈമിൽ, അവന്റെ പണി നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അറിയാം. അപ്പൊ നമ്മൾ പറയാവും അവ ഉറപ്പായിട്ട് ഈ സമയത്ത് വേറെ എവിടെ ഉണ്ടാവില്ല, നിത്യയുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ പറയാ, ഹി ഈസ് വിത്ത് നിത്യ, ഉറപ്പാണ്. പക്ഷെ ഉറപ്പില്ല എന്ന് വിചാരിക്കൂ, ഹി ക്യാൻ ബി വിത്ത് നിത്യ, ചിലപ്പോ അവൻ നിത്യയുടെ കൂടെ ആയിരിക്കാം, ഉറപ്പില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ നമ്മള് ഈ ക്യാൻ ബി, മേ ബി, മൈറ്റ് ബി, കുഡ് ബിയിലേക്ക് വരണം. ദേ ആർ ടീച്ചേഴ്സ്, നമ്മൾ ഒരു ഗാങ് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്, അവരെ കണ്ടപ്പോ അവര് ടീച്ചേഴ്സ് ആണ്, നമുക്കറിയാം, നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടാവും, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് ഉറപ്പാണ് അവര് ടീച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മൾ പറയാം ദേ ആർ ടീച്ചേഴ്സ്. അല്ലെങ്കിലോ ചില ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ അവരെ മട്ടുമാവുക കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അവർക്ക് ടീച്ചേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ദേ മേ ബി ടീച്ചേഴ്സ്. ഓക്കെ, വി ആർ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സ് ആണ്, അതിൽ സംശയമില്ല. എന്തോ വി മേ ബി ഫ്രണ്ട്സ്, നമ്മൾ മേ ബി ഫ്രണ്ട്സ്, നമ്മൾ ചിലപ്പം ഫ്രണ്ട്സ് ആയിരിക്കാം. ആ രീതിയിലാണ് നമ്മളെ ഈ സാം ആറിനെയും മേ ബി, ക്യാൻ ബി, മൈറ്റ് ബി, കുഡ് ബി, അത് പോസിബിലിറ്റീനെ കാണിക്കാനാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മള് നോർമലി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് റിയാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ പറയാനാണ് ഈ സാം ആറ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അതേസമയം അതിൽ നിങ്ങൾക്കൊരു പോസിബിലിറ്റിയാണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു ചാൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പില്ല അങ്ങനെ ആയിരിക്കാം എന്ന് പറയേണ്ട കണ്ടീഷൻ ആണ് ആ സെന്റൻസിൽ വേണ്ടതെങ്കിൽ മേ ബി, ക്യാൻ ബി, മൈറ്റ് ബി, കുഡ് ബി. ഓക്കെ, അപ്പൊ വളരെ കുഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, പക്ഷെ വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതും കൂടി പഠിച്ചു വെക്കുക. നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള കുഞ്ഞു ഒരുപാട് സ്റ്റെപ്പുകൾ വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യും, ഗ്രാമറിൽ നമുക്ക് നല്ല എത്തും പിടുത്തം ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യാം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും.